ينقلب على عقبه. ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് മുഹമ്മദ് ഉനൈസ്. ആഫിദ് മുഹമ്മദ് ഉനൈസ് എന്ന് പറയുന്ന മോനാണ്. സാദിയയിലാണ് പഠിച്ചത്. പോരാത്തിന് നമ്മുടെ അമീച്ചാന്റെ മോനാണ് വിജയ്. ഫസ്റ്റ് നമുക്ക് തുടങ്ങാം. ഇപ്പൊ എത്ര വർഷമായി ഇവിടെ കസബില്? അൽഹംദുലില്ലാ, ഞാൻ ഏകദേശം 23 വർഷത്തോളായി കസബിൽ വന്നിട്ട്. പിന്നെ അൽഹംദുലില്ലാ 2001 ഉള്ളാളത്ത് നിന്ന് സയ്യിദ് മദനി അറബി കോളേജിൽ നിന്ന് ബഹുമാനപ്പെട്ട താജുലമരൊക്കെ സനത് വാങ്ങി ഇറങ്ങി. ഒരു വർഷം നാട്ടിലുണ്ടായി. പിന്നെ അൽഹംദുലില്ലാ ഇവിടെ എൻ്റെ ഒരു കുടുംബം ആയിരുന്ന സീതി എന്നെ ഇവിടെ കൊണ്ടുവന്നു. അൽഹംദുലില്ലാ ഇവിടെ എത്തി 23 വർഷത്തോളായി. സീതി എന്ന് പറയുന്ന ആളെ തന്നെ ആദ്യം കൊണ്ടുവന്നത്. സീതി എന്ന് പറയുന്നത് നമ്മുടെ എന്റെ മലയേഷത്തിന്റെ മകന്, പിന്നെ അവിടുത്തെ അറിയപ്പെട്ട ബോസ്. അൽഹംദുലില്ലാ പിന്നെ അയാളെ മുഖാന്തരം ഞാൻ എത്തി. തിരിഞ്ഞു നോക്കുമ്പോ അൽഹംദുലില്ലാ റാഹത്ത് തന്നെ. പിന്നെ അങ്ങനെയാണ് എന്റെ പ്രവാസത്തിന് തുടക്കം. അൽഹംദുലില്ലാ. ഫസ്റ്റ് ഇവിടത്തേക്ക് വന്ന എന്ത് ജോലിയായിരുന്നു? ഞാൻ ആദ്യം വന്നത് വിസിറ്റ് യൂസറായിരുന്നു. വിസിറ്റ് യൂസർ വന്ന് പിന്നെ പെർഫ്യൂം, കോസ്മെറ്റിക്, അത്തർ കട തുടങ്ങി. ഏകദേശം 10 വർഷത്തോളം അങ്ങനെ ഉണ്ടായി. സൂക്കിൽ തന്നെ, നമ്മുടെ ഇറാൻ സൂക്കിൽ തന്നെ. അപ്പോ ഇറാൻ സൂക്ക് നല്ല തിരക്കുള്ള സമയം. രാവിലെ 7 മണിക്ക് തുടങ്ങി 5 മണിക്ക് ഇറാനി വരെ കഴിയും. അതുവരെ ചായയും ഭക്ഷണം ഒക്കെ ഒന്നിച്ച് കഴിക്കുന്ന സമയമാണ്. അൽഹംദുലില്ലാ ഏകദേശം ഒരു 8-9 വർഷം 10 വർഷത്തോളം ഉണ്ടായി. പിന്നെ അതിനുശേഷമാണ് ആദ്യം പെർഫ്യൂമിന്റെ കടയായിരുന്നു. ഈ ഫുഡ് ഷോപ്പിലേക്ക് മാറാനുള്ള അത് ഒരു സുപ്രഭാതത്തിൽ എന്തായി. പിന്നെ ഞാൻ നാട്ടിൽ പോയി. അപ്പോ എന്റെ അർബാബിന്റെ കടയായിരുന്നു ഈ ഫുഡ് സ്റ്റോപ്പ്. അപ്പൊ അയാള് നാട്ടിൽ പോകുന്നുണ്ടായി. അപ്പൊ എന്നെ ഏൽപ്പിച്ചിട്ട് പോയി. പിന്നെ അത് മുഖാന്തരം ഞാൻ എന്തായി ഇതെനിക്ക് ആയി. കാരണം അതിന് പേരിലാണ് പറഞ്ഞ് നമുക്ക് അത്യാവശ്യം സാമ്പത്തികമായിട്ട് കൊടുത്ത് പിന്നെ അർബാബ് മുഖാന്തരം എനിക്കായി. പിന്നെ ആദ്യം പിന്നെ 2-3 വർഷം കഴിഞ്ഞ് അർബാബ് മാറി. ഇപ്പൊ യൂസുഫ് അറബി എന്ന ഒരു മാന്യദ്ദേഹത്തിന്റെ കീഴിലാണ് ജോലി ചെയ്യുന്നത്. യൂസുഫ് അറബിന്റെ വിസയാണ് ഇപ്പൊ. അൽഹംദുലില്ലാ യൂസുഫ് അറബിന്റെ ആദ്യത്തെ ആളെ ഞാനാണ്. യൂസുഫ് അറബി എടുത്ത മുതൽ ആദ്യം വിസ അടിച്ചതിന്റെ, പിന്നെ അതിന് ശേഷം എല്ലാ ആൾക്കാർ വന്നു. അപ്പൊ ഇങ്ങോട്ട് തനാസിന്റെ അടുത്ത് അങ്ങനെ മാറ്റിയത്. അങ്ങനെയാണെങ്കിൽ അപ്പോ ഏകദേശം ഒരു 10-15 വർഷമായി കൂടെ. അപ്പോ ഈ ഫുഡ് സ്റ്റഫില് ഏകദേശം ഒരു 10-15 വർഷമായി. ഈ പെർഫ്യൂമിന്റെ ഇതും പരിപാടി അറിയോ? ആദ്യം പെർഫ്യൂം ആണ് പിന്നെ എന്റെ മൈന്. അൽഹംദുലില്ലാ നല്ല ബർക്കത്തുള്ള കച്ചവടം പെർഫ്യൂം. പിന്നെ ഇത് ഫുഡ് എപ്പോഴും ബർക്കത്തുള്ള നല്ലതല്ല, ഇത്തിരി സുന്നത്താക്കപ്പെട്ട എന്നാണ് അത്തർ എന്നുള്ളത്. അപ്പൊ ഈ മദനി ബിരുദം കിട്ടിയിട്ട് നാട്ടിലെവിടെ ജോലി ചെയ്യാൻ? നാട്ടിൽ 1 വർഷത്തോളം വിദ്യാനഗരത്ത് ഞാൻ സദറായി ജോലി ചെയ്യുന്നു. അതിനുശേഷം വിദ്യാനഗറിനടുത്തായിട്ട് അവിടുന്ന് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ സീതി ഇങ്ങനെ മുഖാന്തരം ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വിസിറ്റ് കൊണ്ടുവന്നു. അൽഹംദുലില്ലാ ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 17-18 വർഷത്തോളം. പിന്നെ എന്റെ മൂത്ത മോനാണ് ആഫിദ് മുഹമ്മദ് ഉനൈസ്. പിന്നെ അവരെ പ്രസവിച്ചൊക്കെ എവിടെയാണ്? കസബിലാണ്. അൽഹംദുലില്ലാ മദ്രസ പഠനം തുടങ്ങുന്നതിന് കസബിലാണ്. മർക്കസുൽ മദ്രസയിലാണ് ആദ്യത്തെ വിദ്യാർത്ഥിയാണ്. എവിടെയാണ് പഠിച്ചത്. പിന്നെ മതപഠനമൊക്കെ എവിടെയാണ്? സ്കൂളിൽ, ഇന്ത്യൻ സ്കൂളിൽ പഠിച്ചത്. 7-ാം ക്ലാസ് വരെ പഠിച്ചത്. 7ാം ക്ലാസ്സിൽ ഒമാനില് പിന്നെ ഫസ്റ്റ് റാങ്ക്. ഒമാനില് പൊതുപരീക്ഷ 7ാം ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ വ്യക്തിയാണ് മുഹമ്മദ് ഉനൈസ്. പിന്നെ ഓന്റെ പിന്നിൽ ഒരു കഥ. പിന്നെ പ്രസവിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് ഫളൽ കോയമ്പത്തൂർ തങ്ങൾ കൂറയില്ലേ, അയാൾ ഉണ്ടായിരുന്നു കുറച്ചു മുമ്പ്. അപ്പൊ അയാള് പിന്നെ അന്ന് തന്നെ എന്താക്കിയ അന്ന് പിന്നെ കാറൊക്കെ വന്നിട്ട് ചെന്നിട്ട് പോയി. മാത്രമല്ല ആദ്യത്തെ അൽഫ് തുടങ്ങിയതും ബഹുമാനപ്പെട്ട ഫളൽ കോയമ്പത്തൂർ കൂറയാണ്. അയാൾ ആ സമയത്ത് കുറച്ച് പിന്നീട് വന്നിരുന്നു. അപ്പൊ ഞാൻ നാട്ടിൽ ബുക്ക് കൊടുത്തിട്ട് പിന്നെ അബുന്ന ബുക്ക് ആദ്യം തുടങ്ങി കൊടുത്ത്. അപ്പൊ ആ ഒരു ഫളില് പിന്നെ ഫളിൽ ഈ പിന്നെ സയ്യിദ് അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ അഹ്ലു ബൈത്താണ്. ആ അഹ്ലു ബൈത്തിന് ഒരു ഇതുണ്ടാവല്ലോ, അസർ. എനിക്ക് അതൊരു വിശ്വാസമുണ്ട്. പിന്നെ ചെറുപ്പം മുതലേ ഓനൊരു ആഫിളാണ് ഓനൊരു മനസ്സിൽ നല്ലൊരു അത് ഉണ്ടായത്. അത് പിന്നെ പഠിക്കുന്ന കുട്ടികൾക്കൊരു ഇത് വേണം, അന്നെങ്കിലേ ഹാഫിദാവാൻ പറ്റുള്ളൂ. സാധാരണ ആൾക്കാർക്കൊന്നും അത്ര പെട്ടെന്ന് ഹാഫിദാവാൻ പറ്റില്ല. ഹാഫിദ് പറയുമ്പോഴേക്ക് 30 മുസാഫ് കാണാൻ പാടില്ല. പിന്നെ ഞാൻ എപ്പോഴും പ്രൊസീഡ് നിർബന്ധിച്ചില്ല. എന്റെ പിന്നെ താല്പര്യം കൊണ്ടേ പഠിച്ചത്. കാണുന്ന കുട്ടികൾക്ക് പ്രചോദനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. സംഭവം ഹാഫിദായിട്ട് ഇപ്പൊ വളരെ ചുരുക്കാണ് ആൾക്കാർക്ക് ഇത് എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാവും. സംഭവം തീർച്ചയായിട്ടും ഒരു ഭയം ഉണ്ടാവും. അപ്പൊ മോന്റെ ഒരു അനുഭവം അങ്ങനെയാണ്
ഈ ഹാഫിളാവാൻ വേണ്ടിയിട്ടുള്ള തോന്നിയ സംഭവം സ്വയം നമുക്ക് തോന്നുകയാണല്ലോ കൂടുതലും ബാക്കിയുള്ള കാര്യം പോലെയല്ല. ഇതൊരു അള്ളാഹ് വിചാരിച്ച് കൊടുക്കുമ്പോൾ പഠിക്കണമെങ്കിൽ പ്രത്യേക ഒരു ഇത് ഉണ്ടാവുമല്ലോ. അത് എങ്ങനെ എന്തെങ്കിലും ആദ്യമായിട്ട് നമുക്കിപ്പോ ഹിഫ്ള് പഠിക്കണമെങ്കിൽ ആദ്യമായിട്ട് വരുന്നത് ഒന്നാമത് ഉസ്താദിനെ അനുസരിക്കുക. ഇപ്പൊ ഞാൻ ഇപ്പൊ 3 വർഷം ആടെ പഠിച്ചിട്ട് വന്നുകൊണ്ട് ആദ്യമായിട്ട് പഠിച്ചത് ഞാൻ ഉസ്താദിനെ അനുസരിക്കാന്നുള്ളത്. അപ്പൊ ആടെ കുറെ കുട്ടികൾ വന്നിന്, കുറെ കുട്ടികൾ പോയിന്. കുറച്ച് 10 ദിവസം പഠിച്ചു വന്ന് പോയവരുണ്ട്, 20 ദിവസം പഠിച്ചവർ പോയവരുണ്ട്, 29 ദിവസം പഠിച്ചിട്ട് ലാസ്റ്റത്തെ മതിയാക്കിട്ട് പോയവരുണ്ട്. അത് ഉസ്താമാരെ പൊരുത്തക്കേട് കൊണ്ട് അവർ പോകേണ്ടതാണ്. പിന്നെ അവർക്ക് ഒരു മനസ്സുണ്ടായിട്ട് 29 ദിവസം വരെ അവരെ ഫോഴ്സ് ചെയ്തുകൊണ്ട് അവരെ അവിടെ പഠിപ്പിച്ചത് കൊണ്ട് അവർക്ക് അവിടെ ആഫ്ലാണെന്ന ഒരു ഇതുണ്ടാകാത്തത് കൊണ്ട് അവർ ഇറങ്ങിപ്പോയി. അങ്ങനെ ഇപ്പൊ 29 ജ്യൂസ് പഠിച്ച് അതല്ലാണ്ട് അവര് വെറുതെ ഒരു 2-3 കൊല്ലം നഷ്ടമാണ് അതുകൊണ്ടാണത്. അപ്പൊ എന്നുള്ള പഠനത്തിന് ഭയങ്കര ബാധിക്കുന്നു ചെയ്യുന്ന അങ്ങനത്തെ ഒന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മ ഈ ആഫ്ലാൻ പഠിക്കാൻ പോകുന്ന ആരാണെങ്കിലും ഒന്നാമത് ഫസ്റ്റ് 1.5 കൊല്ലോ 1 കൊല്ലാമത്തെ ഉസ്താദന്മാരെ പറഞ്ഞ അനുസരിക്കാണ്ടിരിക്കാനുള്ള ഒരു ഇതുണ്ടാവും. കാരണം നമ്മ ഈ ഭൗതികപരമായിട്ടുള്ള കാര്യത്തിലോ എടുക്കുന്ന ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോകുമ്പോ ഇപ്പൊ കാരണമായിട്ട് ഈ ഫാഷൻ ട്രെൻഡ് അങ്ങനത്തെ പോലത്തെ ഇങ്ങനെ ഒരു കന്തൂറിട്ടിട്ട് ഒരു നടക്കണം എന്നുള്ള ഒരു സ്ട്രെസ് വരുമ്പോ നമ്മൾ പ്രത്യേകിച്ച് ഉസ്താദന്മാരെ അനുസരിക്കാണ്ടിരിക്കും. എന്നാലും ഉസ്താദന്മാരനുസരിച്ച് നേരെ പോയാല് നമുക്ക് ഇൻഷാ അല്ലാഹ് നല്ലൊരു ആഫിളാൻ കഴിയും. ഞാൻ അതിനാണ് ശ്രമിക്കുന്നുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദ്വാരക്കണമെന്ന് അഭ്യർത്ഥിക്കും. പിന്നെ ഇത് ഈ ഖുർആൻ ഇങ്ങനെ ഫസ്റ്റ് നമുക്കൊരു ഖിറാഅത്ത് കുറച്ച് കേൾക്കാലോ. ഫസ്റ്റ് കുറച്ചോ നിങ്ങളുടെ ഇതുണ്ടാവും, നിങ്ങളുടെ ഒരു ഫേവറേറ്റ് ഉണ്ടാവല്ലേ. ഇപ്പൊ ഏതൊരു ഹാഫിദിനല്ല, ഇപ്പൊ എനിക്കാണെങ്കിൽ എനിക്കൊരു ഫേവറേറ്റ് ഉണ്ട്. ഓരോ വ്യക്തികൾക്കും മുമ്പിനായിട്ട് ജീവിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഒരു ഫേവറേറ്റ് സൂറത്ത് ഉണ്ടാവും ഏതായിട്ടും. ഇപ്പൊ എനിക്ക് ഉണ്ടാകുന്നതായിരിക്കല്ലോ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. പക്ഷെ ഹാഫിദിന് എല്ലാം ഫേവറേറ്റ് ആയിരിക്കും. എല്ലാം ഫേവറേറ്റ് ആയിരിക്കും. എനിക്ക് ചിലപ്പോ ഏതെങ്കിലും ഒന്നായിരിക്കും, ചിലപ്പോ നിങ്ങൾക്ക് ഏതൊന്നായിരിക്കും. ഇപ്പൊ ഈ ഹാഫിദുകൾക്ക് കൂടുതലും ടോട്ടല് ഫേവറേറ്റ് ആയിരിക്കും എല്ലാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ട് ഒന്നുണ്ടാവും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. സദഖല്ലാഹുൽ അലിയുൽ അസീം. അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഈ ഫസ്റ്റത്തെ സൂറത്ത് ഇപ്പൊ നമുക്ക് കാണാപ്പാഠം പഠിക്കാൻ വേണ്ടിട്ട് ഹാഫിളാവാൻ വേണ്ടിട്ട് പോയ ഫസ്റ്റത്തെ ക്ലാസ് അനുഭവം എങ്ങനെയായിരുന്നു? ഫസ്റ്റത്തെ നമ്മളെ ഒരു ചുവടുവെപ്പ് എന്ന് പറയുന്നില്ലേ, അതെന്ന് പറഞ്ഞാല് ഫസ്റ്റ് പോയപ്പാട് എല്ലാരും ആദ്യം തന്നെ നമുക്ക് പാടെ പോയപ്പാട് ഇപ്പൊ നമ്മടെ സ്റ്റേ ആക്കുന്നില്ലേ, ഫസ്റ്റത്തെ നമ്മുടെ ടാസ്ക് എന്ന് വെച്ചാൽ പരിചയപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാരും പരിചയപ്പെടണോ, ഒരാളുടെ പോയിട്ട് മുണ്ടണോ, അങ്ങനെ ലൈറ്റായിട്ട് അങ്ങനെ 1 മാസം ഫ്രീ ആയിട്ട് വിടും. അങ്ങനെ പഠിപ്പിൽ വന്ന അത്ര സ്ട്രെസ് കൊടുക്കാണ്ട് എല്ലാവരും പരിചയമായിട്ട് ഇവിടെ നല്ല ഫ്രീ ആയിട്ട് ഇവിടെ നേരെ നിൽക്കാൻ പാട്ടുള്ള സൗകര്യം ഉസ്താദന്മാരെല്ലാം ഏർപ്പെടുത്തി തരും. അപ്പൊ അതിനെല്ലാം നേരെ എൻവയോൺമെന്റ് എല്ലാം നേരെ അഡാപ്റ്റ് ആയിട്ട് നമ്മളെ പഠിക്കാൻ വേണ്ടി പറയും. അപ്പൊ അതിന് ശരി കളികളിൽ ഇപ്പൊ ഇന്ന് കുറെ കളിച്ചിട്ടല്ലേ പോകുന്ന ആൾക്കാരെല്ലാം ആടുണ്ട്. എന്റെ ഒക്കെ പഠിച്ച ആൾക്കാർ തന്നെ ഫുള്ള് 24 കളിച്ചോണ്ടേ. അങ്ങനത്തെ ആൾക്കാരിൽ ഇപ്പൊ കളി നിർത്താൻ അല്ലെങ്കിൽ കഴിയാലോ പെട്ടെന്ന്. അപ്പൊ അതുകൊണ്ട് ഒരു കൊല്ലം അങ്ങനെ വെച്ചാൽ വിടും എല്ലാ കളിക്കാൻ വിട്ടോണ്ട് ഇതായിക്കൊണ്ട്. പിന്നെ കുറച്ച് നേരെ പഠിക്കുന്ന നമ്മളെ പഠിക്കുന്ന അനുസരിച്ച് നമ്മൾ കളിക്കാൻ വിട്ടോണ്ട് ഇതായിക്കൊണ്ട് നമുക്ക് ഫ്രീഡം പഠിക്കാൻ പോകുന്നു പറഞ്ഞല്ലേ. ഈ നമ്മുടെ ഖുർആൻ തുടങ്ങുന്നത് എത്ര ദിവസം കഴിഞ്ഞിട്ടായിരിക്കും? നമ്മള് ഒരു ക്ലാസ്സിന് പോകുന്നുണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിട്ടില്ല? ഇപ്പോ രാവിലെ മുതൽ വൈകുന്നേരം മഗ്‌രിബ് വരെയാണ് ക്ലാസ്. അപ്പോ ഫസ്റ്റത്തെ ക്ലാസ് എന്ന് വെച്ചാൽ മഗ്‌രിബിന് ഇശാന്റെ ഇടയിലെ ക്ലാസ് ആണ്. മഗ്‌രിബ് നിസ്കരിച്ചിട്ട് തബാറക സൂറത്ത് ഓതിയിട്ട് യാ ലത്തീഫ് 200
49 ഇല്ലാണ്ട് അത് ഞാൻ കണക്ക് ഓർമ്മയില്ല. 229 തോന്നുന്നു. അപ്പൊ അയാൾ ലത്തീഫ പറഞ്ഞതിന് ശേഷം ക്ലാസ് കൊടുക്കും. ക്ലാസ് ഇഷ ബാങ്ക് കൊടുത്തതിന് ഇഷ ശേഷം കുറച്ച് 1/2 മണിക്കൂർ വരെ ഉണ്ടാവും. ഇഷ ബാങ്ക് കൊടുത്തിട്ട് അത് ബാങ്ക് കൊടുക്കുന്ന സമയം അനുസരിച്ച് ഇപ്പൊ 8:20 8:15 ബാങ്ക് കൊടുക്കുന്ന സമയം ഉണ്ടാകുന്നില്ല. അപ്പൊ അതിനനുസരിച്ചിട്ട് ക്ലാസ് ഉണ്ടാവും. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ആ ക്ലാസിന്റെ ഇടയിൽ ഫസ്റ്റ് ഒരു ക്ലാസ് എടുക്കും. ഫസ്റ്റ് ഫുലോദർ പിന്നെ ആസ്ന്ന് അങ്ങനെ മുകളിലേക്ക് ഹാമി വരെ 5 ജ്യൂസ് ഫസ്റ്റ് പഠിപ്പിക്കും. ഫസ്റ്റത്തെ പാഠം എന്നാലും ഒരു പേജ് കുലോദ് കുലോദർ പിന്നാസ് കുലോദ് ഫലക്ക് എന്ന് ആർന്നാണ് തുടങ്ങുന്നത്. എന്നിട്ട് ഹാമി 5 ജ്യൂസ് കഴിഞ്ഞ ശേഷം പിന്നെ അലിഫ്ലാമി ഫസ്റ്റ് എന്ന് തുടങ്ങും. ഫസ്റ്റ് എന്ന് അങ്ങനെ ജ്യൂസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു അരപ്പേജ് ബാക്കിയാക്കും. അരപ്പേജ് ആക്കിയിട്ട് പിന്നെ അത് നേരെ റിപ്പീറ്റ് ആക്കിയിട്ട് അതിന് നേരെ ക്ലിയർ ആക്കിയതിനു ശേഷം ലാസ്റ്റ് അരപ്പേജ് ഓതാണ്ട് അത് ഹാഫിളാൻ പോകും. പെൻഡിങ് അത് ഈ സൈഡിൽ നിന്ന് പെൻഡിങ് ഈ പെൻഡിങ് വെക്കും. ഹാമീമിന്റെ ഫസ്റ്റത്തെ ഒരു പേജ് ബാക്കി ഈ ഒരു ജ്യൂസ് ഒക്കെ എത്ര ദിവസം കൊണ്ട് നമുക്ക് മനപ്പാടാക്കാൻ പറ്റുന്നുണ്ട്? അത് പോയപ്പാട് ഒരു 1.5 മാസം 2 മാസത്തിൽ എടുക്കും. പിന്നെ 5 ജ്യൂസ് പഠിച്ചതിന് ശേഷം പിന്നെ 1.5 മാസം കൊണ്ട് കഴിയും. പിന്നെ ഒരു 10-15 കഴിഞ്ഞ് പിന്നെ 1/2 മാസം കൊണ്ട് ഇല്ലെങ്കിൽ 20 ദിവസം കൊണ്ടല്ലോ നേരെ എന്ത് സിമ്പിൾ കഴിയും. പിന്നെ 10 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ട് ഓരോ ദിവസം കൊണ്ട് തന്നെ 2 ദിവസം പഠിച്ച ആൾക്കാരെല്ലാം ഉണ്ടായി. അങ്ങനെ പിന്നെ ഓരോ ദിവസത്തില് പിന്നെ പഠിച്ചതനുസരിച്ചിട്ട് പിന്നെ സ്പീഡ് ആയിക്കൊണ്ട് പോകും. അപ്പൊ ഈ ഉനൈസിനെ ചുരുക്കി പറഞ്ഞാല് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട് ഈ പഠിക്കാൻ പോകുമ്പോഴേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോയപ്പാട് വിചാരിച്ചത് കുറച്ച് ഈസി ഉണ്ടാവുന്നതാണ്. ഹാഫിളാണ് പഠിക്കുന്നത് മാത്രം. അതിന് പരിശ്രമിച്ചാൽ ഈസിയാണ്. പക്ഷെ നല്ല എഫേർട്ട് കൊടുക്കാണ്ടേനി നല്ല പരിശ്രമവും ഇതും വേണം. നമ്മ അതിന് തന്നെ മൈൻഡ് കൊടുത്തെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഹാഫിളായിട്ട് നമുക്ക് അറിയാം. ഇപ്പൊ ഇങ്ങനെ കുറെ പണ്ഡിതന്മാരും പിന്നെ നമ്മളെ ഈ കുറെ ഉസ്താദന്മാരെല്ലാം ഇങ്ങനെ പ്രസംഗിക്കുന്നു. ഖുർആൻ ഇങ്ങനെ പഠിക്കുന്ന ഖുർആൻ നമ്മൾ ഓതാൻ ഇങ്ങനെ തുടങ്ങിയ മുതൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിന് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളെ ഖുർആൻ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്ത് കാര്യത്തിലായെങ്കിലും നമുക്കൊരു ഖുർആൻ നമ്മളൊക്കെ ഉണ്ട് ആ ഒരു സപ്പോർട്ട്. നമ്മ എന്ത് നിസ്കരിക്കുമ്പോ നമ്മ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്റെ ഖുർആൻ ഉണ്ടല്ലോ. ഇപ്പൊ ചില ആൾക്കാർക്ക് ഓതാൻ ഖുർആൻ എടുക്കാൻ മടിയാണ്. പിന്നെ ഇപ്പൊ എന്റെ ഒരാള് പറയണ്ട, ഇപ്പൊ നമുക്ക് തന്നെ പറയാലോ. അപ്പൊ നമ്മൾ രാവിലെ ഡ്യൂട്ടിക്ക് പോന്ന് തിരിച്ചു വരുന്നു 12 മണിക്ക് വരുന്നു. നമുക്ക് ഖുർആൻ ഓതാൻ നല്ല ആഗ്രഹം ഉണ്ടാവും. പക്ഷെ എന്ത് കാരണം കൊണ്ട് നമുക്ക് ഒരു ദിവസം പോലും ഓതാനുള്ള സാഹചര്യം നമുക്ക് കിട്ടുന്നില്ല എന്നാണ് സംഭവം. പിന്നെ രണ്ടാമത് വെച്ചാൽ ഈ ഖുർആൻ ഓതുമ്പോഴേക്ക് നമ്മൾക്ക് ഇങ്ങനെ വെക്കാൻ തോന്നില്ല. എന്റെ ഇത് പറഞ്ഞു ഇങ്ങനെ ഖുർആൻ പിടിക്കുമ്പോഴേക്ക് ഖുർആൻ വെക്കാൻ തോന്നൂല. ഖുർആൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക്. ഖുർആൻ ഇങ്ങനെ ചിലപ്പോ ചില വാക്കുകൾ നമുക്ക് കിട്ടുന്നില്ല. ചിലപ്പോ ഈ നടുവിലൊക്കെ ആകുമ്പോഴേക്ക് ആഫിയങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷെ വിചാരിച്ചെങ്കിൽ എല്ലാവർക്കും അത് സപ്പോർട്ട് ആയിട്ട് തന്നെ ഉണ്ടാകും. ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഈ എത്രത്തോളം അത് മനസ്സിലാവുമെന്ന് അറിയില്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് വെച്ചാല് ആഫിൽ ആവാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മെയിൻ ആയിട്ട് ഞാൻ ചോദിക്കുന്നത്. അപ്പോ എത്ര ദിവസം കൊണ്ട് ഖുർആന് മനപ്പാടാക്കിന്? ഏകദേശം 2.5 വർഷം. 2.5 വർഷത്തിനുണ്ടോ ഇതാക്കിയിട്ടുണ്ട്? 2.5 വർഷം കൊണ്ടായി. അല്ല ഏകദേശം അത്രല്ല കണക്ക്. ഏകദേശം ആൾക്കാര് അത് ആടുന്നുണ്ട്. 4 വർഷം ആളുണ്ട്, 5 വർഷം. പിന്നെ 6 മാസത്തിലാക്കിയ ആളുണ്ട്, 8 മാസത്തിലാക്കിയ ആളുണ്ട്. അത് ഓരോരോ പഠിപ്പനുസരിച്ച്. പിന്നെ അവിടെ ഇപ്പൊ പഠിച്ച ജാമിയ സാദി അറബിയിലെ കൽനാട്, പിന്നെ ഇത് ബഹുമാനപ്പെട്ട ജാമിയ സാദി അറബിയന്റെ ആ ക്യാമ്പസ് പഠിച്ച ഹിഫ്ദുൽ ഖുർആൻ കോളേജിൽ. പക്ഷെ അവിടുത്തെ ഇത് 8-9 വർഷത്തെ ഇത് അല്ലെങ്കിൽ 7 മുതൽ തുടങ്ങാണ്. SLC എഴുതണമെങ്കിൽ ഹാഫിൾ ആയിട്ടാണ്, അല്ലെങ്കിൽ 9ാം ക്ലാസ് വീണ്ടും സ്റ്റേ ആവും. ഹാഫിൾ ആവാതെ SLC എഴുതാൻ ഇവിടെ ഇല്ല. കാരണം ഹാഫിൾ SLC കഴിഞ്ഞാൽ ഇവിടുന്ന് റിമൂവ് ആണ് കോളേജിൽ നിന്ന് പറഞ്ഞു. അപ്പൊ ഹാഫിളാണ്, ഹാഫിൾ അത് കിട്ടണം. അപ്പൊ നമ്മ എത്ര റിസ്ക് പഠിക്കുന്നു? 3 വർഷത്തെ പഠിക്കാന്ന് ചുരുങ്ങിയ ടാസ്ക് 3 വർഷമാണ്. അപ്പൊ അത് 4 വർഷം വരെ ആവാം, അല്ല 5 വർഷം വരെ ആവാം. നമ്മൾ പഠിക്കുന്ന ഇതനുസരിച്ചാണ്. ഈ ഖുർആന് സിലബസ് മീൻസ് ഈ 1 മാസം തീർക്കുന്നല്ല. നമ്മൾ എത്ര കണ്ട് പഠിക്കുന്നോ അത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രം പോരാ. നമ്മൾ ഫുള്ള് പഠിച്ച് പിന്നെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കണം. പിന്നെ തന്നെ 3 വർഷം 4 വർഷം ആ ഖുർആൻ ഫുള്ള് ഇങ്ങനെ പുസ്തകം ഓതിക്കൊണ്ടേയിരിക്കണം. എത്ര വയസ്സിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? ഈ ഹാഫിളാവാൻ വേണ്ടിട്ട് എത്രാം ക്ലാസ്സിലാണ് തുടങ്ങുന്നത്? ഇപ്പൊ മോർക്ക് 16 അല്ലേ? 16 വയസ്സ്. അപ്പൊ ഹാഫിളായിട്ട് ഇപ്പൊ എത്ര വർഷമായി? കഴിഞ്ഞാടെ പിന്നെ കഴിഞ്ഞ സനത് 55-ാം വർഷത്തിൽ സനത് കിട്ടി.
2 വർഷം കൊണ്ട് കഴിഞ്ഞു. കഴിഞ്ഞ റബ്ബിലെ പോലെ ഒരു സ്ഥലം 13 വയസ്സിൽ തുടങ്ങി. 15 തുടങ്ങി മിനിമം. പരിശുദ്ധ ഖുർആൻ മനപ്പാടാക്കി എന്ന് പറയാൻ ഭയങ്കര അത്ഭുതം തന്നെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അനുഭവം തന്നെ അറിയുന്ന ആൾക്ക് നമുക്കൊരു ഞങ്ങൾക്കും ആദ്യം ഇങ്ങനെ കേൾക്കുമ്പോ നമ്മളെന്തില്ല വലിയൊരു ആഗ്രഹം ജീവിതത്തിൽ. തീർച്ചയായിട്ടും ഒരു ഉപ്പനെ സംബന്ധിച്ചിടത്തോളം അതൊരു മോന് ഹാഫിദ് എന്ന് പറയുമ്പോഴേക്ക് അതൊരു അനുഭവം തന്നെയാണ്. അത് പറഞ്ഞത് ഉപ്പ അയാൾക്ക് മാത്രം അറിയുള്ളൂ. അത് പിന്നെ പിന്നൊന്ന് അവന്റെ പ്ലസ് പോയിന്റ് ഉമ്മാണ്. എന്നെക്കാളും സപ്പോർട്ടിങ് എപ്പോഴും എന്തിനും ഉമ്മ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ കണ്ടിട്ട് എന്താ പറയാ എപ്പോഴും. ഈ മാസത്തിൽ 2 ദിവസം 3 ദിവസം ലീവാണ്. ഈ ആഴ്ച ഞായറാഴ്ച പോകണം. അപ്പൊ ആ ഒരു 3 ദിവസം നല്ല ശൈലൊക്കെ ഇതാക്കിയിട്ട് പിന്നെ അടുത്ത് കാണാൻ പോകുമ്പോ അപ്പൊ നമ്മളെ സപ്പോർട്ടിങ് നമ്മളെ ബാക്ക് എന്ന് പറഞ്ഞു ഓരെ ഇട്ടൊഴിഞ്ഞൂടാ. സപ്പോർട്ട് എന്ന് പറയുന്നതില്ല. പിന്നാണ് അതാണ് സ്വപ്നങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കണം. മക്കൾക്ക് സ്വപ്നം കാണിച്ചുകൊണ്ടേ വേണം. അപ്പോഴേ മക്കൊന്ന് ഇതാക്കി എടുക്കുള്ളൂ. സംഭവം ഭയങ്കര സന്തോഷമാണ്. അത് എത്രത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റുന്ന അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ സംഭവം സമൂഹ മാധ്യമങ്ങൾക്ക് ഇട്ടിട്ട് നമ്മുടെ ഏതെങ്കിലും മക്കള് പഠിക്കാൻ ഇവരെ കണ്ടിട്ട് ഇപ്പൊ പിന്നെ ചില ആൾക്കാർക്ക് ഉണ്ട് ഈ പാവങ്ങൾക്ക് വേണ്ടി ഞാനൊരു പണക്കാരനായിട്ട് പറയുന്നല്ല. ഇപ്പൊ നാട്ടിലുണ്ട്. ഇപ്പൊ മുമ്പ് പറയുന്നുണ്ട് പള്ളി ദർശനം പഠിക്കാൻ പോയ അങ്ങനത്തെ അറിയാം ഭക്ഷണം കഴിക്കാൻ പള്ളി ഇല്ലാത്ത ആൾക്കാർ അതേടെ ദർശനം ഉണ്ടാക്കാന്നുള്ള ആ സാഹചര്യം ഇപ്പൊ മാറി. ഇപ്പൊ ഓൻ പഠിക്കുന്നതിന്റെ സാധ്യത തന്നെ ഏതോ മൾട്ടികളെ ഏതോ ലെവലിന്റെ ആൾക്കാരൊക്കെ ഇപ്പൊ സാധ്യത ഹാഫിന് പഠിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഒരാൾ ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ എന്റെ മോനെ ആരെങ്കിലും ഖുർആൻ ഒരുത്തം പഠിച്ചു കഴിഞ്ഞാല് പിന്നെ അതിന് മുമ്പ് എല്ലാം ഫ്രീ ആണ്. അത്ര ടഫ് ഒന്നും പറഞ്ഞില്ല. എന്റെ മോനെ ആയിക്കോട്ടെ ഖുർആൻ എന്താക്കാം മക്കൾ ആദ്യം ഖുർആൻ പഠിപ്പിക്കുക. ഖുർആനായിട്ട് ബന്ധപ്പെടുത്തുക. ഹാഫിളാക്കുക. ഖുർആനായിട്ട് ബന്ധപ്പെടുത്തി എന്താക്കുക കുട്ടികളെ ആ ഖുർആൻ ഇപ്പൊ നേരത്തെ വന്നില്ലേ എനിക്കൊന്നും ചെയ്യുമ്പോ എന്റെ കുഞ്ഞിൽ ഖുർആൻ ഉണ്ട് എന്നുള്ള ബോധമൊക്കെ വരുന്നു. പിന്നെ തെറ്റിലേക്ക് എന്താവില്ല. ഖുർആൻ പഠിക്കണോ ഹാഫിളാവണോ എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതല്ല അവരുണ്ട്. ഈ ഫസ്റ്റ് ചെറുപ്പത്തിൽ തന്നെ നമുക്ക് പല ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പൊ ഒന്നാമത് ഈ നിന്റെ ബാപ്പാടെ ഏറ്റവും ഫസ്റ്റത്തെ മോനാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ലാളിച്ചിട്ടുണ്ടാവും. നമ്മള് ഫസ്റ്റത്തെ മക്കളായിരിക്കുമല്ലോ. മോനായിക്കോട്ടെ മോളായിക്കോട്ടെ ഏറ്റവും കൂടുതൽ വളർത്തുന്ന അങ്ങനെ ആയിരിക്കും. പിന്നീട് വരുന്നതൊക്കെ അതിന്റെ കുറച്ച് ഇല്ലാന്നല്ല എല്ലാം പിന്നെ ഫസ്റ്റത്തെ ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ചിലപ്പോ എല്ലാ രീതിയിലുള്ള ഇതും ഫസ്റ്റത്തെ മക്കൾക്കായിരിക്കും. അപ്പൊ പിന്നീട് ഇപ്പൊ 5 മക്കളായെങ്കിൽ പിന്നെ 5 മക്കൾ ഒരേപോലെ ആയിരിക്കും സ്നേഹിക്കുന്നത്. അത് വേറെ വിഷയമാണ്. പക്ഷെ ഫസ്റ്റത്തെ വേറൊരു രീതിയിൽ നമ്മൾ ഫസ്റ്റത്തെ ഒരു എൻട്രി വേറെ തന്നെ ആയിരിക്കും. അപ്പൊ മോന്റെ അനുഭവത്തില് ചെറുപ്പം മുതലേ പഠിക്കണം ഖുർആന് പഠിക്കണോ ഹാഫിളാണോ എന്നുള്ള എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു. ഏകദേശം ഈ 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ആണ് കൂടുതലും നമ്മൾക്ക് മനസ്സിലേക്ക് വരികയായത്. ചെറുപ്പത്തിലോ ഇല്ലെങ്കിലും ഒരു 9 വയസ്സ് ആ സമയത്തായിരിക്കും കൂടുതൽ ഇങ്ങനെ കുറിച്ചിട്ട് പഠിക്കണം ഖുർആൻ പഠിക്കണം ഇന്നതാണ്. ചില ആൾക്കാർക്ക് പല രീതിയിലായിരിക്കും. ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ അങ്ങനെ മാഷാണോ അങ്ങനെ. മോന്റെ അങ്ങനത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിരുന്നു മനസ്സിൽ? ഒരു ദിവസം വൈകുന്നേരം രാത്രിയാ പെട്ടെന്ന് കിച്ചണില് ഉമ്മ പ്രസംഗം കേൾക്കുന്നുണ്ടായി. സിംസാർക്ക് സിറാജുദ്ദീൻ ഖാസിമി അത് ഓർമ്മയില്ല. ഹാഫിള് അയാൾക്ക് 40 ആൾക്കാരെ സ്വർഗത്തിലുണ്ടാകുന്നില്ല. അപ്പൊ ചെറുപ്പത്തില് ആ കഥ കേട്ടിട്ട് അമ്മ ചോദിച്ചു നീ ഹാഫിളാണെന്ന് ചോദിച്ചു. അപ്പൊ പെട്ടെന്ന് മനസ്സിൽ വന്നൊരു പൂതിയാണ് ഹാഫിളാണത്. നീ ഹാഫിളാന്നില്ല എനിക്ക് 40 ആളെ സ്വർഗത്തിലുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ പെട്ടെന്ന് ഒരു മനസ്സിൽ പൂതി വന്ന് പിന്നെ അത് മനസ്സിൽ തന്നെ പറ്റി ഹാഫിളാണോ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായി. ഒറ്റക്കൊരു ഈ ഹാഫിളാണോന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രല്ല ഈ പോകുമ്പോഴേക്ക് ഒരു 40 ആളെങ്കിലും എനിക്ക് കൊണ്ടുപോകുന്ന എന്തായാലും സ്വീകരിക്കും. തീർച്ചയായിട്ടും ഈ ഹാഫിളാവാന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ള ഹാഫിള് ഉനൈസ് മുഹമ്മദ് ഉനൈസിന്? നിങ്ങളെന്ത് ചെയ്യണമെന്ന് വെച്ചാല് കഴിഞ്ഞത്ര പെട്ടെന്ന് തന്നെ ഹാഫിളാൻ ചേരാൻ നോക്കാം. ഞാൻ ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായെന്ന് വെച്ചാൽ SSLC കഴിഞ്ഞിട്ടായിട്ട് SSLC നേരെ പഠിച്ചിട്ട് ഹാഫിളാൻ ചേരാനുള്ളതാണ്. പക്ഷെ അപ്പൊ കഴിഞ്ഞാൽ ഏറ്റവും നഷ്ടമാണ്. കാരണം നമ്മൾ ചെറുപ്പത്തിലുണ്ടാകുമ്പോൾ മൈൻഡ് നമ്മൾ ഫ്രീ ആണ്. അപ്പൊ എന്തു തെറ്റിലേക്കൊന്നും പോവാത്ത മൈൻഡ് ആകുമ്പോ ഖുർആൻ ഈസിയില് കയറുന്ന ഒരു സമയമാണ് ഈ ചെറുപ്പത്തിലുണ്ട്. കഴിഞ്ഞ ചെറുപ്പത്തിലോട്ട് നമുക്ക് ഒരു 5ാം ക്ലാസ്സിൽ എന്നെ ചേർക്കാൻ കഴിയുന്ന സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അപ്പോ കഴിഞ്ഞ ചെറുപ്പത്തിലെടുത്തെങ്കിൽ അത് മനസ്സിന് കുറെ സമയം കുറെ കൊല്ലം നിലനിൽക്കുകയും ചെയ്യും. പെട്ടെന്ന് പഠിക്കാനുള്ള കഴിവുണ്ട് അവർക്ക്. കാരണം അവരെ മൈൻഡ് ഫ്രീ അല്ലേ, വേറെന്തും മൈൻഡ് കിടക്കാനില്ലല്ലോ. അപ്പോ ആ ഒരു സമയത്ത് പെട്ടെന്ന് കഴിഞ്ഞാത്ത കുട്ടികളെ ചേർക്കുക ഹാഫിളാൻ പഠിക്കുക. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ ഹാഫിളാൻ ചേർക്കണം. ഒരുപാട് മഹാന്മാർ നമുക്കറിയാം. ഉമ്മയുടെ താജുല്ലമ്മ നൂറുല്ലമ്മ ഒക്കെ
പിന്നെ കലക്ടർ അബ്ദുൽ ഖാദർ ഹാജി തുടങ്ങിയ പിന്നെ ഉമറാക്കളും ഉലമാക്കളുണ്ടാക്കി വലിയ സ്ഥാപനമാണ് സാരിയ. പിന്നെ അത് പിന്നെ നമ്മളെ ഉത്തരപരമാറുള്ളത് കേരളത്തിന്റെ വലിയൊരു അഭിമാനമാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ അതുമായി അതിലാണ് എന്റെ മോൻ പഠിച്ചതും അൽഹംദുലില്ലാഹ് ഈ എത്തിയത്. പിന്നെ പഠിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ ഈ സിലബസ് ഒക്കെ വളരെ കാച്ചി നമുക്കൊന്നും ചിലവൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മ സാമ്പത്തിക രംഗം സഹായിക്കുന്നല്ലാണ്ട് പിന്നെ ഇതില്ല. പക്ഷെ നമ്മളതൊക്കെ മക്കളെ ഞാനെങ്കിൽ ഹാഫിളാക്കണമെന്നല്ല, കയ്യിൽ ദീനായിട്ട് ബന്ധപ്പെട്ടിട്ട് മക്കളെ വളർത്താം. ഖുർആനോട് നല്ലൊരു അടുപ്പം ഖുർആനോട് നമുക്ക് എപ്പോൾ ഉണ്ടായി. അപ്പൊ നമ്മ അള്ളാഹിനോടുക്കും പിന്നെ നമുക്ക് പറഞ്ഞ പോലെ തെറ്റിലേക്ക് പോകാനുള്ള ഒരു മനസ്സുണ്ടാകുന്നില്ല. പിന്നെ നമുക്ക് ഈ ഖുർആന് ഇപ്പൊ ഒരാൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് ഓതിക്കൊണ്ടിരിക്കും പിന്നെ ഓതാതെ തോന്നി വരുന്നത് അത് ഓതിക്കൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ നമ്മ തീരെ ഓതില്ലെങ്കിൽ ഈ പഠിക്കാൻ പോകുമ്പോഴേക്ക് എന്തോ ചെലവ് വല്ലതുണ്ട്, ചെലവ് ഇങ്ങനെ എങ്ങനെയാ പറയാ. ഇത് സ്ഥാപനം ഇപ്പോ ജാമ്യത്തിൽ മറ്റത് നമ്മളെ സ്ഥാപനങ്ങളുണ്ട് പഠിപ്പിക്കുന്ന പണ്ടേ ഉള്ളതാണ് ജാമ്യ സാദിയ മുഹിമാത്ത് പോലെയുള്ള സ്ഥാപനങ്ങൾ. അതൊക്കെ എന്താണ് പിന്നെ അക്കോമഡേഷൻ റൂം ഫുഡൊക്കെ ഫ്രീ ആണ്, ഒന്നും നമ്മൾ ചെലവൊന്നുമില്ല. പക്ഷെ നമ്മള് പഠിക്കാനുള്ള മനസ്സും ആ സാഹചര്യം നോക്കി ഒഴുക്കിവെക്കാൻ മതി. കുട്ടികളോട് കളിച്ച് ചേർക്കാം, ഒന്നും ചെലവില്ല. പിന്നെ ആ സ്കൂളിന്റെ ഫീസ് നമ്മൾ സ്കൂളിലേക്ക് ഇപ്പൊ സാഹചര്യമാണെങ്കിൽ ബാക്കിയെല്ലാം കുറെ സ്ഥാപനത്തിലൊക്കെ സ്കൂളൊക്കെ അങ്ങോട്ട് പോകാനാണ്. സാഹചര്യം അങ്ങനെ സ്കൂളിൽ ടീച്ചർമാർ വന്നിട്ട് ട്യൂഷൻ എടുക്കലാണ്. അത് നമുക്ക് സ്കൂളിലേക്ക് പോകാനില്ല. നമ്മൾ എപ്പോഴും ഈ ഖുർആന്റെ ബന്ധം തന്നെ അതിനെടുക്കുന്ന സ്കൂളിന്റെ ട്യൂഷൻ എടുക്കണം. ഈ ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരുണ്ടല്ലോ, അവര് എങ്ങനെ സംഭവം ഫ്രണ്ട്ലി ആയിട്ടാണോ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അടിക്കാൻ തല്ല അങ്ങനത്തെ ഇല്ല. നല്ല നമുക്ക് വേണ്ട സപ്പോർട്ടില് നമുക്ക് വേണ്ട സഹായത്തിലാക്കി തന്നിട്ട് നമ്മൾ നേരെ പഠിപ്പിച്ച് നമ്മളെ വളർത്തുന്ന ചില ആൾക്കാർ ഇപ്പൊ ഈ മറ്റേ മദ്രസിലും മറ്റേ ഉസ്താദന്മാര് തല്ലുന്നുണ്ട്. ഇത് ഖുർആൻ ഓതുമ്പോഴേക്ക് തല്ലുന്നില്ല, പിന്നെ ഒന്നിനും തല്ലുന്നുണ്ടാവും ഉസ്താദ് അല്ലെ ഉസ്താദന്മാര്. അപ്പൊ ഉസ്താദന്മാര് നമുക്കിപ്പോ നമുക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്. ഈ പുതിയ കാലത്തോടെ നമുക്ക് അതിന് ഇപ്പൊ നമുക്ക് വേണ്ട എല്ലാ സൗകര്യം ഇപ്പൊ റമളാനിൽ തന്നെ തറാവിക്ക് ഇമാമുക്കുന്ന നമുക്കൊരു ആഗ്രഹം ഉണ്ടായി. അപ്പൊ ഉസ്താദ് എന്താക്കി നമ്മളെ അവിടെ ക്യാമ്പസിൽ തന്നെ പള്ളിക്ക് വേണ്ടിയതാണ് നമ്മൾ തറാവിക്ക് മാത്രം. ഉസ്താദ് എന്താക്കി ഉസ്താദന്മാരോട് ചോദിച്ച് വലിയ ഉസ്താദന്മാരോട് ചോദിച്ചിട്ട് നമ്മളെ ക്യാമ്പസിൽ തന്നെ നമുക്ക് ഓരോ ദിവസം ഇമാമുക്കുന്ന പോലെയായിട്ട് തറാവിക്ക് ഇമാമത്തിപ്പിച്ച്. കാരണം നമ്മളൊരു ആഗ്രഹം ഉസ്താദ് സാധിപ്പിച്ചു തന്നെ അൽഹംദുലില്ലാഹ്. അതിൽ നല്ല പ്രതിഫലം ഉണ്ട്. കാരണം നമുക്ക് ഇനിയിപ്പോ എവിടെയെങ്കിലും തറാവിക്ക് ഇമാം നിൽക്കാൻ പോകണം പറഞ്ഞാല് പെട്ടെന്ന് ഒരു ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്ന് ശ്രദ്ധിച്ചാണ് ആ ഒരു ധൈര്യം കിട്ടി നമുക്ക് ഇമാമുക്കാനുള്ള. അങ്ങനത്തെ ഒരു സാഹചര്യം സന്ദർഭങ്ങൾ ഉസ്താദന്മാർ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു വലിയൊരു സൂറത്തിന്റെ ഏതെങ്കിലും ഒരു 2-3 ആയത്തുകൾ ഓതിയിട്ട് നിർത്തിയാലോ? وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين وما كان لنفس أن تموت إلا بإذن الله كتابا مؤجلا ومن يرد ثواب الدنيا نؤته منها ومن يرد ثواب الآخرة نؤته منها وسنجزي الشاكرين صدق الله. ഒരു കാര്യം കൂടി ഇതില്ലേ, പിന്നെ ഇതിന്റെ ഈ പിന്നില് പിന്നെ ഒരുപാട് പിന്നെ ആൾക്കാർ എന്ന് പറയാണ്ട്. കാരണം ആഫിളായ ഞമ്മ ഒരു ഉപ്പ ഉമ്മ മാത്രമല്ല പിന്നെ, പക്ഷെ പ്രത്യേകിച്ചിട്ട് നമ്മളെ ഈ മദ്രസ കസബിന്റെ പിന്നെ മർക്കസുൽ മദ്രസ പഠിച്ച അൽഫ് മുതൽ പഠിച്ച അടുത്ത് വളർത്തി ആളുന്ന അൽഹംദുലില്ലാഹ് അന്നത്തെ ഉസ്താദന്മാര് പിന്നെ അതിന്റെ വേണ്ടി പ്രവർത്തിച്ച ഇന്ന് വിട പറഞ്ഞു പോയൊരു ആൾക്കാരുണ്ട്. അവര് ഇപ്പൊ നിൽക്കുന്ന മദ്രസയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ അവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നന്നറിയിക്കേണ്ടവരാണ്. മാത്രമല്ല പ്രത്യേകിച്ച് ജാമിയ സാദിയ ആ സ്ഥാപനത്തിന്റെ ഉസ്താദന്മാര് അതിന്റെ നേതാക്കന്മാര് പിന്നെ പ്രത്യേകിച്ച് കുടുംബക്കാർ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ അവന്റെ ഈ ആദ്യം പഠിക്കുന്ന അന്ന് മുതൽ പിന്നെ പഠിക്കാൻ പോകുന്ന അന്ന് മുതൽ തന്നെ അൽഹംദുലില്ലാഹ് എല്ലാവർക്കും പ്രത്യേകിച്ച് എന്റെ ഉമ്മാനും ഉപ്പാനും കുടുംബത്തിൽപ്പെട്ട എല്ലാവർക്കും ഓന്റെ
എന്റെ ഭാര്യയുടെ കുടുംബക്കാർക്കും നല്ല എല്ലാവർക്കും ഒരു ആഗ്രഹമായിരുന്നു എന്ത് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ഹാഫിളാണെന്നുള്ള ഒരു ആഗ്രഹം. അത് ഇൻഷാ അല്ലാഹ് പോയിഞ്ഞു. പിന്നെ അവന്റെ നല്ല അൽഹംദുലില്ലാഹ് ഞങ്ങൾ പിന്നെ ഹാഫിളായിട്ടാകുമ്പോ ഇവർക്കൊരു പരിപാടി വെച്ചിട്ടാകുമ്പോ നല്ല എല്ലാവർക്കും ആ ഒരു സന്തോഷം പ്രകടിപ്പിച്ചില്ലേ, അത് വലിയൊരു നമുക്ക് കാണുമ്പോ അറിയാം അവർക്ക് അൽഹംദുലില്ലാഹ് അത് ഒരു ഹൈറാണ്. ഇവിടെ ഫസ്റ്റ് ആദ്യാക്ഷരം പഠിപ്പിച്ച ഉസ്താദ് ആരാണ്? എനിക്ക് ആദ്യം പഠിപ്പിച്ച ഉസ്താദ് പറഞ്ഞാല് ഒരു കുറച്ചാളെ പഠിപ്പിച്ചിന് കുറെ 2-3 വട്ടം ഞാൻ 1ാം ക്ലാസ് കേട്ടിരുന്നിന്. ഫസ്റ്റ് വെറുതെ പോയിക്കൊണ്ടേ. അപ്പൊ ഇബ്രാഹിം മാഷത്തെ ഒരു ഉസ്താദ് നമ്മളെ ഇപ്പൊ മസ്കറ്റില് സ്കൂളിലുള്ള ഇബ്രാഹിം മാഷുണ്ടായ സ്കൂളിൽ. പിന്നെ സക്കാഫ് ഉസ്താദ് ഉണ്ടായി. ഇല്ല നമ്മ ഈ റംസാന് ഒരു സുഖമില്ലാതെ നാട്ടിലുണ്ടല്ലോ അയാൾ മദ്രസയിലുണ്ടായി. പിന്നെ നമ്മളെ ഉസ്താദ് അയാളെ നല്ല പഠിപ്പിച്ചിന്. അയാൾ മുട്ട് തൊടിയിലുണ്ടായി. ഞാൻ കണ്ടു എനിക്ക് പോയിട്ട് ആഫ്രാന്നല്ല പറഞ്ഞതിനെ വിളിച്ചിട്ട് സന്തോഷം അൽഹംദുലില്ലാ. തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് പറഞ്ഞില്ലേ റെസ്പെക്ട്, അത് ആ ഒരു രീതിയിലും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഉദ്ദേശം എന്താ വെച്ചാല് ഒരാളോട് റെസ്പെക്ട് ചെയ്തിട്ട് സംസാരിക്കണം, ഉസ്താദ്മാരോട് അനുസരിക്കണം എന്നെല്ലാം പറഞ്ഞില്ല. മൂപ്പര് നാടൻ ഭാഷയിൽ പറഞ്ഞതാണ് സംഭവം. എന്താ വെച്ചാല് ഒരാളോട് കാണുമ്പോ റെസ്പെക്ട്, പിന്നെ ഉസ്താദ്മാരെ അനുസരിക്കുക, ഇതൊക്കെയാണ് ഫസ്റ്റത്തെ ഇത് പറഞ്ഞത്. അതിനായിട്ട് വലിയ ഉത്തരം ഫസ്റ്റത്തെ ഒരു ഇത് വേറെ ഒന്നുമില്ല. ഉസ്താദ്മാരെ അനുസരിക്കലാണ്, അതായത് അധ്യാപകരെ അനുസരിക്കലാണ് ഏറ്റവും ഒരു വിദ്യാർത്ഥിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അവിടുന്ന് തന്നെയാണ് പിന്നെ പഠിക്കാൻ ഇതാക്കാനോ എല്ലാം. പിന്നെ ബഷീർ പഠിപ്പിക്കാണ്ടായി സക്കാഫി തരം പണി സക്കാഫി അതുണ്ടായിന്. പിന്നെ 7ാം ക്ലാസ് നല്ലൊരു മാർക്ക്, ചെറിയ മാർക്ക്, നല്ല മാർക്കില് ഒമാനിൽ തന്നെ ഫസ്റ്റ്, ഒമാൻ 11 മാർക്സ് മാത്രല്ല ഒമാൻ ലെവല് 7ാം ക്ലാസ് ഫസ്റ്റ് കിട്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ അവര് ബേസ് അൽഹംദുലില്ലാഹ് ഇവിടെ ഉള്ള ഉസ്താദ്മാരില് ഇപ്പൊ ഉള്ള ഉസ്താദ്മാരില് സക്കാഫിന്റെ സ്റ്റുഡന്റ് ആണ്. സക്കാഫിക്ക് അഹങ്കരിക്കാം ശരിക്കും പറയാം. ഈമാനി ഈ ഒരു നമ്മുടെ ഒരു ഇതിനനുസരിച്ചിട്ട് നമുക്ക് പിന്നെ ഒരു ഞാൻ ആയിന്നല്ല. പിന്നെ ഒരു കാര്യം കൂടി ഒരു ഉസ്താദ്മാരെ ഞങ്ങൾക്ക് ഉൾപ്പെടുത്താണ്. കാരണം എന്റെ ഉസ്താദ് ഉസ്താദ് പോലെ കാഞ്ഞങ്ങാട് ഉസ്താദ് അയാൾ ഞങ്ങൾക്ക് വർക്കാണ്. കാരണം ഞങ്ങൾ എല്ലാ കാര്യത്തിനും ഞങ്ങൾ നിയന്ത്രിക്കുന്ന അവസ്ഥ. യോന്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ അല്ലെങ്കിലും ഒരുമതി ഇതാക്കലും പറഞ്ഞു കൊടുക്കലും പിന്നെ നിങ്ങൾക്ക് കാണാൻ പോക്കല് എല്ലാ അവസ്ഥാനാണ്. അത് മാത്രമല്ല ഓന് ആ ഉസ്താദ് മുഹമ്മദ് ഉനീസിന് പേര് തന്നെയാണ്. ഉസ്താദ് ഞാൻ എന്റെ മോനി പേരുണ്ട് ഉനീസ് എന്നുള്ള പേര് ബദരീങ്ങളെ പേരാണ്. ബദരീങ്ങള് അപ്പൊ പിന്നെ ഓന് അള്ളാഹു കൊടുത്തൊരു ഭാഗ്യം അത് നമുക്ക് അനുഭവിക്കാന്ന് കിട്ടി. നല്ല ഇഫിള് ഓനെ മനസ്സിൽ നിന്ന് വെക്കണം. പഠിക്കലല്ല അത് മറക്കാതിരിക്കണത് ഏറ്റവും വലുത്. ഇപ്പൊ ഖുർആന് പഠിക്കല് വലിയ കാര്യം, മറക്കല് വലിയ കുറ്റാണ്. മറന്നു പോയി അമ്മാര് ബന്ധ. ഇപ്പൊ നിങ്ങൾ നോക്ക് ഒരു ഖുർആൻ ഉദാഹരണത്തിന് നിങ്ങൾ 1 മാസം ഖുർആൻ ഓതാണ്ടക്ക് വിനോദം കിട്ടാല. പക്ഷെ നിങ്ങൾ 1 മാസം ഓതിക്കൊണ്ടിരിക്കും പിന്നെ ഓതുന്ന ഫ്രീ ആണ്. ഖുർആൻ വലിയൊരു ഇത് സിഫത്ത് ഒരു രക്ഷ തന്നെയാണ്. ഖുർആൻ എത്ര എടുക്കുന്നു ആ ഖുർആൻ നമ്മൾ തിറക്കും. എത്ര നമ്മൾ ദൂരത്താണോ അത്രയും ഖുർആൻ നമ്മൾ ദൂരത്താവും. നിങ്ങൾ ഈ ഖുർആൻ ഏറ്റവും വലിയ മൂല്യത്തായ തന്നെ നമ്മ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന അത്ര ഖുർആൻ ഫ്രീ ആണ്. അടുത്തോട് നമുക്ക് ഓതാനും ഫ്രീ ആണ്. നമ്മ എത്ര ദൂരായി ഈ മനസ്സ് ഇപ്പൊ പെട്ടെന്ന് മറന്നു പോകുന്നതും ഇതാണ് ഖുർആനാണ്. ബാക്കി നമുക്കൊരു ഫിലിമിന്റെ പാട്ടോ എന്തുവാ മനസ്സ് എപ്പോഴും നിൽക്കും. ഖുർആൻ എങ്ങനെയല്ല നമ്മ അതൊരു ബന്ധപ്പെട്ടില്ല അങ്ങ് മറന്നേ പോകും. അപ്പൊ അത് അള്ളാഹ് ദ്വാരക്കുന്നതിന് എന്താ പറയുന്നില്ല ദ്വാരക്കേണ്ടതും നമ്മ കാഫിലായിട്ട് അതിനെടുത്ത് കിട്ടണം. ദൈവങ്ങളെ കൂടെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയാം. അതെല്ലാം തട്ടെ. അപ്പോ ഇൻഷാ അല്ലാഹ് നമ്മ ഈ ഇത്രയും നമ്മുടെ സമയം അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഇത് പറഞ്ഞിട്ട് ഒരു ദുആ പറയാൻ പറഞ്ഞിട്ട് നിർത്താം. അപ്പൊ ഇൻഷാ അല്ലാഹ് പിന്നെ നിങ്ങൾ സംസാരിക്കുക കേട്ട് കാണുന്നില്ല. പിന്നെ വലിയതായിട്ടൊന്നും പറഞ്ഞില്ല എന്നെങ്കിലും അൽഹംദുലില്ലാഹ്. പിന്നെ എപ്പോഴും ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ മക്കളെ ദീനിലേക്ക് കൊണ്ടുവന്നെത്താൻ വേണ്ടി ശ്രമിക്കുക. അതാണ് നമുക്ക് ഫസ്റ്റ് ലാസ്റ്റും പറയാനുള്ളത്. പക്ഷെ ഇപ്പൊ എന്റെ മോൻ ഹാഫിളായിട്ട് അല്ലെങ്കിൽ ഹാഫിളായിട്ടില്ല, ഹാഫിളാണോ ഇല്ലോ ദീനായിട്ട് മക്കളെ ബന്ധപ്പെടുത്തുക. അന്നെങ്കിൽ അനാചാരത്തിലേക്കോ അനാവശ്യത്തിലേക്കോ പോവാതെ പിന്നെ നാളെ നമുക്ക് കൈകടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കണം. പിന്നെ നാളെ പിന്നെ നമുക്ക് ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ എതിർക്കുന്ന നമ്മുടെ മക്കളാണ്. ആ ഒരു സാഹചര്യം ഇല്ലാണ്ടാണെങ്കിൽ നമ്മുടെ മക്കൾ എന്താക്കണം ദീനായിട്ട് തന്നെ വളർത്തണം.
ഭൗതികമായിട്ട് വേണ്ടെന്നല്ല, ഭൗതികം ദീൻ പഠിക്കുമ്പോൾ ഇഷ്ടം പോലെ ഇപ്പൊ PG മുതൽ ഡോക്ടർ മുതൽ എഞ്ചിനീയർ വരെ നമുക്ക് നമ്മളെ ലെവലിൽ പഠിക്കാനുള്ള സ്ഥാപനം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. മർക്കസ് യൂണിവേഴ്സിറ്റി മുതൽ കാസർഗോഡ് ഈ ഭാഗത്ത് എല്ലാം ഇപ്പൊ എത്രയോ സ്ഥാപനങ്ങൾ നമുക്ക് ഓരോ ഉസ്താദന്മാർക്കുള്ള ഡിഗ്രിക്ക് ഇപ്പൊ കണക്കില്ല. സക്കാഫ ആണെങ്കിലും മദ ആണെങ്കിലും സാദി ആണെങ്കിലും ഫൈസി ആണെങ്കിലും ദാരിമി ആണെങ്കിലും അവർക്കുണ്ട് മറ്റ് ഭൗതിക ഡിഗ്രിക്ക് ഇപ്പൊ കണക്കില്ല. അത്രയും പഠിക്കാൻ കഴിയുന്നു. അപ്പൊ നമുക്ക് എന്താക്കുക, നമ്മുടെ ദീനീയ ചട്ടയില് പിന്നെ ഭൗതികത്തിന്റെ കുറെ പിന്നെ പോവാതെ ഇപ്പൊ നമുക്ക് മോന് പറഞ്ഞ പോലെ അത് കുറെ പിടിച്ചു വെക്കാൻ കഴിയില്ല. കളിക്കേണ്ട സമയത്ത് കളിക്കണം. പിന്നെ ഞാൻ എന്റെ ഒരു പ്രത്യേക ഒരു പറയുന്നുണ്ട്, ഞാന് പണ്ടെല്ലാം നമ്മളെ മക്കൾ എന്താക്കറിയാമോ, പിന്നെ നരകത്തിനെ കാണിച്ചിട്ട് നരകമുണ്ട് തീ ഉണ്ട് പഠിപ്പിക്കല്. ഇപ്പൊ അതല്ല, നമ്മ മക്കളെ പഠിപ്പിക്കണ അറിയാം. നമുക്ക് സ്വർഗത്തിൽ പോകണ്ടേ എന്ന് ചോദിച്ചിട്ട് സ്വർഗം പറഞ്ഞിട്ട് മാത്രം പഠിപ്പിക്കണം. നരകത്തിനെ പറഞ്ഞെങ്കിൽ ഇപ്പൊ നടക്കാറ് ആ മക്കളോട് നമുക്ക് സ്വർഗത്തിൽ പോകണം. അപ്പൊ ആ ഒരു ബേസ് വരുത്തും മനസ്സിലായി വീണം. എപ്പോഴും പ്ലസ് പോയിന്റ് തന്നെ അറിയാം, നെഗറ്റീവ് പറയാനേ പാടെ കുട്ടിയോട്. ഏത് ബേസും അതിന്റെ പ്ലസ് പോയിന്റ് തന്നെ പറഞ്ഞിട്ട് പഠിപ്പിക്കണം. അപ്പൊ എപ്പോഴും നമ്മൾ മനസ്സിൽ എനർജി ഉണ്ടാണ്ട് ഇത് പ്ലസ്സിലാണ്, മൈനസ് കണ്ടുകൂടാ. ജീവിതത്തിൽ എനർജി ഉണ്ടാണ്ട് നമുക്ക് ഇന്ന് നഷ്ടം വന്നു നാളെ ലാഭം വരുന്നത് തോന്നൽ തന്നെ ഉണ്ടാവും. അങ്ങനെ കച്ചവടത്തിലും എന്തിനും കഴിയും. അതേപോലെ പഠിത്തം ഏതിനെ പഠിക്കുന്നു അതിനെ പഠിപ്പിക്കാം മക്കളെ. ബാക്കിയെല്ലാം തവക്കത്തറല്ല അള്ളാഹിലേക്ക് ഏൽപ്പിച്ചിട്ട് നമ്മളെ മക്കളെ ഭൗതികം പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞില്ല. നമ്മ മതപര അതിനെ ഒഴിവാക്കിയിട്ട് ഭൗതികത്തിനേക്കാൾ നല്ലത് മതപരത്തോടു കൂടി ഭൗതികത്തെ പഠിപ്പിക്കുക. അതിന് നമ്മളെ മക്കളെ എന്താക്കുക, അതിന് പ്രോത്സാഹിപ്പിക്കുക, അതിനു വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ ഈ ആദ്യ കാലഘട്ടത്തില് നമ്മളെ ഭൗതികം ഇല്ലാണ്ട് മതപരമായിട്ട് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ റസൂലുള്ളാഹിയുടെ ഹദീസ്, നിങ്ങൾ ചൈനയിൽ പോയിട്ടാണെങ്കിൽ വിദ്യാഭ്യാസിക്കുണ്ടെങ്കിൽ അപ്പൊ അത്രയും ദൂരം നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടി. അപ്പൊ ലോങ് നടക്കലും. അപ്പൊ ഇപ്പൊ ഇന്ന് നമ്മളെ കാലടി സ്ഥാപനങ്ങളൊക്കെ കാലടിയിലാണ്, പഠിക്കാനാളില്ല. അപ്പൊ എന്താക്കുക, നമ്മളെ മക്കളെ ഈ മതപരമായ സ്ഥാപനത്തിലേക്ക് അടുപ്പിച്ചിട്ട്, പിന്നെ പ്രത്യേകിച്ചിട്ട് മദ്രസയിലേക്ക്. മദ്രസ ഇപ്പോ സ്കൂളിൽ ബേസ് സ്കൂളിൽ 1/2 മണിക്കൂറോ 3/4 മണിക്കൂർ കൊണ്ട് വെച്ചിട്ട് മദ്രസ ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് ഉണ്ടാക്കണ്ട, സ്കൂളിൽ പഠിക്കുന്നത് പഠിച്ചോട്ടെ, അത് വേണ്ട. ദീനി ഏറെ പഠിച്ചെങ്കിലും ദീനി കൂടല. ഇപ്പൊ ചില ആൾക്കാർ അവിടെ ഉണ്ട്, അതപ്പോ ഇങ്ങനെയുണ്ട്, മദ്രസ പഠിക്കുന്നത് സ്കൂളിൽ വേണ്ട, സ്കൂളിൽ പഠിച്ചോളൂ, മദ്രസ അല്ലേ. ദീന്റെ കാര്യം ഏടെ പഠിപ്പിക്കുന്ന ദീൻ തന്നെയാണ്. അപ്പൊ ആ ദീന് പഠിപ്പിക്കാൻ വേണ്ടി മക്കൾ എന്താക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക. അല്ലാണ്ട് ദീന് പഠിക്കുമ്പോ ദുനിയാവ് എന്താക്കുക, അതിലേക്ക് അധികം ചായല്ല. ദുനിയാവ് മാത്രം പഠിച്ചെങ്കിൽ ദീന് നഷ്ടപ്പെട്ടോ, ദീന് പഠിച്ചു ദുനിയാവ് നഷ്ടപ്പെടാനില്ല. അപ്പം